ഹലോ മൈ ഡിയേഴ്സ്, നമ്മളിന്ന് പറയാൻ പോകുന്നത്, നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആകാശത്ത് ചന്ദ്രനില്ലാതിരുന്നെങ്കിലുള്ള അവസ്ഥയെക്കുറിച്ച്? ചിന്തിച്ച് കാണില്ല. സൂര്യനില്ലാത്ത അവസ്ഥയെക്കുറിച്ച് നമുക്ക് ഒരാൾ പറഞ്ഞു തരാതെ തന്നെ ഏകദേശമൊക്കെ ധാരണ ഉണ്ടാകും. സൂര്യനില്ലെങ്കിൽ നമ്മളില്ല. പക്ഷേ ചന്ദ്രനില്ലാത്തതിനെക്കുറിച്ച് ആരും ചിന്തിക്കുന്നുണ്ടാവില്ല. പക്ഷെ നമ്മളെ കുഞ്ഞു മക്കളൊഴിച്ച് ആരും തന്നെ ബോധേടല്ല. കുഞ്ഞു മക്കളുടെ കാര്യം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അവർക്കൊന്ന് ഭക്ഷണം കഴിക്കണമെങ്കിലും എന്തിന് ചുമ്മാ ഒന്ന് പുറത്തോട്ടിറങ്ങിയാലും മേപ്പോട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ അമ്പിളിമാമനെ കാണണം. അവർക്ക് അതിനെക്കുറിച്ച് വല്ല ചിന്തയുണ്ടായിട്ടാണോ? പക്ഷേ അവരുടെ ജീവിതത്തിലെ ഭാഗമാണ് നമ്മുടെ ചന്ദ്രൻ. വേണമെങ്കിൽ നിങ്ങൾ എല്ലാവരും പാരൻസും കാണിച്ചു കൊടുക്കുന്നതാണ് കുഞ്ഞു മക്കൾക്ക്. പക്ഷേ അറിയാത്ത പാരൻസ് ഒന്ന് കാണിച്ചു നോക്കൂ, അവർക്ക് എന്നും ആ അമ്പിളിമാമനില്ലാതെ ഉറങ്ങാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത്, ചന്ദ്രനില്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ എന്ത് സംഭവിക്കും? അപ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം. അപ്പോൾ കൂടിക്കോളൂ. ചന്ദ്രനില്ലാതായാൽ സൂര്യഗ്രഹണമോ ചന്ദ്രഗ്രഹണമോ ഉണ്ടാകില്ല. ഗ്രഹണം നടക്കണമെങ്കിൽ ഭൂമി ചന്ദ്രനും സൂര്യനും ഇടയിലോ അല്ലെങ്കിൽ ചന്ദ്രൻ സൂര്യനും ഭൂമിക്കുമിടയിലോ വരണം. പൂർണ്ണചന്ദ്രന് മാത്രമേ സൂര്യനെ ഈ രീതിയിൽ മറയ്ക്കുവാൻ കഴിയൂ. നമുക്കെല്ലാവർക്കും അറിയാം, ഭൂമി 23.5 ഡിഗ്രി ചെരിഞ്ഞാണ് സ്ഥിതി ചെയ്യുന്നതെന്ന്. ചന്ദ്രനുമായി ഇതിന് ബന്ധമില്ലെന്ന് തോന്നാമെങ്കിലും അങ്ങനെയല്ല കാര്യങ്ങൾ. ഭൂമിയുടെ ആ ചെരിവ് ലോക്കായിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം ചന്ദ്രനാണ്. അപ്പോൾ ചന്ദ്രനില്ലാതെയായാൽ ആ ചെരിവിന് മാറ്റം സംഭവിക്കും. അതുകൊണ്ട് ഭൂമിയുടെ ചില ഭാഗങ്ങളിൽ മാത്രം സൂര്യപ്രകാശം ലഭിക്കുവാൻ തുടങ്ങും. ബാക്കിയുള്ള പ്രദേശങ്ങൾ എന്നേക്കുമായി ഇരുട്ടിലാവുകയും കാലക്രമേണ മഞ്ഞ് മൂടി വാസയോഗ്യമല്ലാതാവുകയും ചെയ്യുന്നു. ഇതൊക്കെ വളരെ വലിയ പ്രശ്നങ്ങളാണ്. നമുക്കത് ഇപ്പോൾ അങ്ങനെ നമുക്കൊരു ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ട് മനസ്സിലാവാത്തതാണ്. പിന്നെ മറ്റൊരു പ്രോബ്ലം എന്തെന്ന് വെച്ചാൽ, ചന്ദ്രനില്ലാതെയായാലേ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള മനുഷ്യരുടെ പഠനത്തിൽ ചന്ദ്രൻ്റെ സ്ഥാനം വളരെ വലുതാണ്. പ്രപഞ്ചത്തിൽ ഭൂമിയോടടുത്ത ഒരേ ഒരു ആഘോഷഗോളമാണ് ചന്ദ്രൻ. പ്രപഞ്ചത്തിൻ്റെ അനന്തതയിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനായി മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും മികച്ചതും എളുപ്പമുള്ളതുമായ പ്രാക്ടീസ് ഗ്രൗണ്ട് തന്നെയാണ് ചന്ദ്രൻ. അപ്പോൾ ചന്ദ്രൻ ഇല്ലാതാകുന്നതിലൂടെ ഈ ഒരു സാധ്യതയും നമുക്ക് നഷ്ടമാകുന്നു. ഇപ്പോൾ മനസ്സിലായോ നമ്മുടെ ചന്ദ്രൻ ഇല്ലാതെ ആയാലുള്ള അവസ്ഥകൾ? മൂപ്പര് നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഇല്ലെങ്കിലും നമ്മൾ വിചാരിക്കും. കാരണം അമാവാസി സമയമൊക്കെ ഒരു ദിവസം നമുക്ക് അങ്ങനെ ചന്ദ്രനില്ലാതെ കാണുന്നതാണല്ലോ. പക്ഷെ അങ്ങനെയല്ല, ചന്ദ്രനെ ഇല്ലാതെ ആയാലുള്ള അവസ്ഥയാണ് ഇപ്പോൾ പറഞ്ഞത്. ഇപ്പോൾ സൂര്യനെ പോലെ തന്നെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു ആഘോഷഗോളം തന്നെയാണ് ചന്ദ്രൻ.